കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും സ്വാഗതം. പിതാവിന്റെ മഹാസ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എഫെസോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അതീവ ഗൗരവമായ ഒരു വിഷയം നമ്മൾ ഗ്രഹിക്കുകയായിരുന്നു. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിപ്പീൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് കേൾക്കുകയായിരുന്നു. 11-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. എഫെസോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ആത്മീക സമരം എന്ന ഖണ്ഡികയിൽ ശ്രദ്ധിക്കുക. എഫെസോസ് ലേഖനം 6-ാം അധ്യായം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിപ്പീൻ. അല്പം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് പൗലോസ്ലീഹ ഇവിടെ എഴുതി ചേർക്കുന്നത്. അതിതാണ് സാത്താന്റെ കുടില തന്ത്രങ്ങൾ. സാത്താന് ഇന്ന് കുടില തന്ത്രങ്ങളുണ്ട്. എന്നിട്ട് അത് മുഴുവൻ വായിച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. ആയുധങ്ങൾക്ക് നേരെ ആയുധം ധരിപ്പീൻ എന്നല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. എഫെസോസ് 6:11 പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ ആയുധങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ ആയുധം ധരിപ്പീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിശാചിന്റെ കുടില തന്ത്രങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ ആയുധം ധരിപ്പീൻ. അപ്പൊ പിശാചിനുള്ളത് തന്ത്രമാണ്, ദൈവം നമുക്ക് തരുന്നത് ആയുധമാണ്. ഓക്കെ, തന്ത്രങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങൾ. തന്ത്രങ്ങൾ എപ്പോഴും തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജീസ് ആണ്. വെപ്പൺസ് ആർ വെപ്പൺസ്. സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് വെപ്പണിലൂടെയാണ്. ബട്ട് ഡെവിൾ ഈസ് ഡിസാംഡ്. സാത്താൻ ആയുധവർഗം വെപ്പിക്കപ്പെട്ടിരിക്കുന്നു കുരിശിൽ. എഫെസോസ് ലേഖനത്തിൽ അത് പറയുന്നുണ്ടോ എന്നുള്ളതിലുപരിയായിട്ട് കൊളോസോസ് ലേഖനത്തിൽ അത് പറയുന്നു. ഞാൻ ആ വാക്യം വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ ചിന്ത പൂർണ്ണമായിട്ട് മനസ്സിലാവും. എഫെസോസ് ലേഖനം കഴിഞ്ഞാൽ ഫിലിപ്പി ലേഖനമാണ്. ഫിലിപ്പി ലേഖനം കഴിഞ്ഞാൽ നേരെ എടുക്കേണ്ടത് കൊളോസോസ് ലേഖനമാണ്. നോക്കൂ, കൊളോസോസ് ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം എടുക്കൂ. 2-ാമത്തെ അധ്യായത്തിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ചിന്ത ഹൃദയത്തിലേക്ക് പതിയട്ടെ. 14-ാമത്തെ വചനം, നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കൊളോസോസ് 2:15, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധനാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അപഹേളന പാത്രമാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി, ഡിസാംഡ് ആക്കി, ആയുധമില്ലാതാക്കി. ആയുധമില്ലെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ? തന്ത്രങ്ങളെ ഉള്ളൂ, സ്ട്രാറ്റജീസേ ഉള്ളൂ. അപ്പൊ ആ തന്ത്രങ്ങള് ഒരു ഭാഗത്ത്, പിശാചിന്റെ കുടില തന്ത്രങ്ങൾ ഒരു ഭാഗത്ത് നോക്കുക, മറുഭാഗത്ത് ദൈവം തൻ്റെ മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് നമ്മെ സജ്ജമാക്കി നിർത്തുന്നു. അപ്പൊ ആത്മീയ സമരം എന്ന് വായിക്കുമ്പം എഫെസോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഖണ്ഡിക ആരംഭിക്കുമ്പോൾ ആത്മീയ സമരം എന്ന് ബിയോസ് ബൈബിളിൽ കാണാം. അന്നേരം ഞെട്ടരുത്, അയ്യോ എനിക്കിനി ആത്മീയ സമരവും കൂടെ ചെയ്യേണ്ടതുണ്ടോ? യെസ്, നമുക്കെല്ലാവർക്കും ഉണ്ട് ആത്മീയ സമരം. ആ ആത്മീയ സമരത്തിന് നമ്മെ സജ്ജരാക്കി ദൈവം നിർത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയ സമരത്തിന്റെ ആദ്യ പദമാണ് നമ്മൾ കണ്ടത്. കർത്താവിലാണ് ഈ യുദ്ധമുള്ളത്. രണ്ടാമത് നമ്മൾ കേട്ടത് കർത്താവിന്റെ ശക്തി പ്രഭാവത്തിൽ നിന്നാണ് ശക്തി ആർജിക്കേണ്ടിയത്, കരുത്തുള്ളവരാകേണ്ടിയത്. ഇപ്പൊ ഇതാ മൂന്നാമത് നമ്മൾ കേൾക്കുകയാണ്, ഈ ആത്മീക സമരത്തിൽ നമ്മുടെ എതിർകക്ഷി, നമ്മുടെ എതിരെ നിൽക്കുന്നവൻ, അവൻ ഡിസാംഡ് ആണ്, അവൻ ആയുധമില്ല. എന്നാൽ അവനെ എതിർത്ത് തോൽപ്പിക്കുവാൻ നിൽക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മുഴുവൻ ആയുധങ്ങളും ധരിച്ചവരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിജയം ആരുടേതായിരിക്കുമെന്ന്. എന്നിട്ട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? എഫെസോസ് ലേഖനം തന്നെ വീണ്ടും എടുക്കുക. എഫെസോസ് ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന്? സാത്താന്റെ കുടില തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും. അടിവരയിടുക പദം, അടിവരയിടുന്ന ശീലമുള്ളവരാണ് അടിവരയിടാവുള്ളൂ.
ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. അപ്പോൾ ദൈവത്തിന് ഒത്തിരി ആയുധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടിയത്. എന്തുകൊണ്ടാണ് ഇത് ഇൻ്റർനെറ്റിലൂടെ കേൾക്കുമ്പോൾ വേറൊരാളെ ഇത് കേൾപ്പിക്കേണ്ടിയത്? ഒരുപക്ഷെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ, തിരിച്ചറിയാത്ത അവസ്ഥ അവരെ പരാജയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവ് വലിയ വിജയത്തിലേക്ക് നമ്മെ എത്തിക്കും. അതുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടതും കേൾപ്പിക്കേണ്ടതും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കൂ. എന്താ ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. എന്തെന്നാൽ എന്തുകൊണ്ടാണ് ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടിലതന്ത്രങ്ങളോട് എതിർക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആയുധം ധരിക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ശക്തി കൊണ്ട് പിശാചിനോട് അങ്ങ് എതിർത്താൽ പോരായോ? പോരാ, പറ്റൂല്ലാതെ. ഇവിടെ നമുക്ക് പറ്റത്തില്ലത്. എന്തുകൊണ്ടാ? എന്തെന്നാൽ അടുത്ത നോക്കണേ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമുക്ക് യുദ്ധമുള്ളത്. അവർ വാർഫെയർ ഓർ അവർ ബാറ്റിൽ ഈസ് നോട്ട് ടു ദ കാർണൽ. വെപ്പൺസ് ഓഫ് ദ വാർഫെയർ ആർ നോട്ട് കാർണൽ. എനിക്ക് യുദ്ധമുണ്ട്, പക്ഷെ എൻ്റെ യുദ്ധം മാംസവും രക്തവും ഉള്ളതിനോടല്ല. മാംസവും രക്തവും മാറ്റിവെച്ചാൽ മറ്റൊന്നാണ് ആത്മാവ്. അപ്പൊ എൻ്റെ യുദ്ധം ആത്മാവിനോടാണ്. മാംസത്തോട് രക്തത്തെ എപ്പോഴും ഓർത്തോണം, മാംസത്തോടും രക്തത്തോടും നമുക്ക് യുദ്ധമില്ല. അപ്പോൾ ഒരാളോട് യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ ചിന്തിച്ചോണം, മാംസവും രക്തം ഉണ്ടോ? മാംസവും രക്തം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് യുദ്ധമില്ല. അങ്ങനെ ദൈവം നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് യുദ്ധമുള്ളത്. നോക്കി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 12-ാമത്തെ വചനം. എന്തെന്നാൽ നമുക്ക് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധമുള്ളത്. പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടേണ്ടത്. അപ്പൊ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടവെട്ടേണ്ടത്. മാംസത്തിന് രക്തത്തിന് എതിരായിട്ടല്ല. പിന്നെയോ ആത്മാവിനെതിരായിട്ടാണ് പടവെട്ടേണ്ടത്. അപ്പൊ ആത്മാവുമായിട്ടാ യുദ്ധമെങ്കിൽ ഈ മാംസം കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. മാംസത്തോടാ യുദ്ധമെങ്കിൽ ഈ മാംസം കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ശരീരത്തോടാ യുദ്ധം. ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നത് സാധാരണക്കാരിത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കേട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. ശരീരത്തോടാ യുദ്ധമെങ്കിൽ ശരീരം കൊണ്ട് പോയിട്ട് കാര്യമുണ്ടായിരുന്നു. ഇവിടെ യുദ്ധം ആത്മാവിനോടാകയാൽ ആത്മാവായ ദൈവത്തെ കൂട്ടുപിടിച്ചല്ലാതെ, പിശാചും ആത്മാവാണ്, ആത്മാവായ പിശാചിനെ ജയിക്കാൻ ആത്മാവായ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടല്ലാതെ പറ്റൂല. ഹല്ലേലൂയ. പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ആവശ്യം വാളും കുന്തവും നാക്കും വാക്കും അല്ല. വാളും കുന്തവും നാക്കും വാക്കും, ഒന്ന് പറഞ്ഞു 7 പറ, ഒന്ന് പറഞ്ഞു 9 പറ, അതല്ല. അത് കാർണലാണ്. അത് വാർഫെയറിന് പറ്റുന്ന, ഈ വാർഫെയറിന് അത് ഉപയോഗിക്കാൻ പറ്റൂല. ഈ യുദ്ധത്തിന് അത് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്? ദൈവത്തിന്റെ ആയുധങ്ങൾ. ദൈവാര ആത്മാവ, പിശാചാര ആത്മാവ. ആത്മാവായ പിശാചിനോട് പടവെട്ടണമെങ്കിൽ ആത്മാവായ ദൈവത്തിൻ്റെതും കൊണ്ടേ പറ്റൂ. എൻ്റേതും കൊണ്ട് പറ്റൂല. പറഞ്ഞേ, എൻ്റേതും കൊണ്ട് പറ്റൂല. ആരുടേതും കൊണ്ട്? ദൈവത്തിൻ്റെതും കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുകയാണ് നമ്മളോട്, എൻ്റേത് ധരിക്കുവീൻ. ഏത്? ദൈവത്തിൻ്റെത് ധരിക്കുവീൻ. എന്ത് ധരിക്കണം? ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവീൻ. ഇനി ഞാനൊന്ന് വായിക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആ പിക്ചർ കിട്ടും. സാത്താന്റെ കുടില തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. ദൈവത്തിന് പല ആയുധങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ എടുത്ത് ധരിക്കുവീൻ എന്നല്ല, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ. അതാണ് ഇവിടുത്തെ സാഹചര്യം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ ആധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ, പിന്നെയും പറയും, അതിനാൽ 13-ാമത്തെ വചനം, അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിപ്പീൻ, തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്ത് നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. തിന്മയുടെ ദിവസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ.
എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? തിന്മയുടെ ദിവസത്തിൽ പിടിച്ചു നിൽക്കാനും. ഞാൻ നേരെ തിരിച്ചിടുകയാണ്. തിന്മയുടെ ദിവസത്തിൽ പിടിച്ചു നിൽക്കാനും, ഓക്കെ, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? എങ്ങനെ എനിക്ക് സാധിക്കും? അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചേ പറ്റൂ. ഭയങ്കര ഗഹനമായ വിഷയമാണ്. പക്ഷെ ഇത് ഇത്രയും ലളിതമായി നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തരുമ്പോൾ ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഇന്ന് ഇത് കേൾക്കുന്നവർ തുടർമാനമായിട്ട് അടുത്ത 2 ആഴ്ച കൂടി ഈ എപ്പിസോഡ് കേൾക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ അറ്റവും മൂലയും മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് കുറ്റം പറയരുത്. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സർവായുധ വർഗം, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ 3 പിക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തേത്, സാത്താൻ നിരായുധനാണ്. 2, നമ്മൾ ഫുള്ളി ആംഡ് ആണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ ആയുധമുണ്ട്. നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത് സാത്താൻ്റെ ആയുധത്തോടല്ല, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളോടാണ് ഒന്നാമതായിട്ട്. രണ്ടാമത്തേത്, നമുക്ക് യുദ്ധമുള്ളത് മാംസത്തോടും രക്തത്തോടും അല്ല. നമുക്ക് യുദ്ധമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ ആധിപത്യങ്ങളോടും ദുഷ്ട ആത്മസേനകളോടുമാണ്. ദുഷ്ട ആത്മസേനകൾ. അപ്പൊ ഇപ്പുറത്ത് ദുഷ്ട ആത്മാവിൻ്റെ സേനകളുണ്ട്. അതിനോടാണ് നമ്മൾ പട വെട്ടേണ്ടിയത്. അപ്പൊ അതിന് മൂന്നാമത് നമ്മൾ പറഞ്ഞു, നമുക്ക് വേറെ ഒരു തരത്തിലും പറ്റില്ല, ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ചിട്ടേ പറ്റുള്ളൂ. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയണം. അതാണ് ഇവിടുത്തെ ചലഞ്ച്. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുകയും വേണം. അതാണ് ഇവിടുത്തെ ചലഞ്ച്. അതെങ്ങനെ സാധിക്കും? അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്. ഒന്നുകൂടെ ഞാൻ വായിക്കാതെ. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധവർഗങ്ങളും തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്തു നിൽക്കാനും, തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്ത് നിൽക്കാനും, തിന്മയുടെ ദിനങ്ങളിൽ എങ്ങനെ നിൽക്കണം? ചെറുത്ത് നിൽക്കണം. ഓക്കെ, തിന്മയുടെ ദിവസം എങ്ങനെയാണ് നിന്നാ മതി എന്നായിരുന്നു നമ്മൾ പറയുന്നത് അല്ലേ? തിന്മയുടെ ദിവസം നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് എൻ്റെ ചിന്ത. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, നിന്നാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ചെറുത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം, ചെറുത്ത് നിൽക്കണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ചെറുത്ത് നിൽക്കണം, തിന്മയുടെ ദിവസത്തിൽ ചെറുത്ത് നിൽക്കണം. ഓക്കെ, അങ്ങനെ ചെറുത്ത് നിൽക്കണം. പിന്നെ അടുത്ത് പറയുകയാണ്, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കണം. ചെറുത്ത് നിൽക്കണം. രണ്ടാമത് പറയും, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കണം. തിന്മയുടെ ദിവസങ്ങളിൽ ചെറുത്ത് നിൽക്കണം, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. ഇത് രണ്ടും വലിയ ചലഞ്ചാണ്. പക്ഷേ ഈസിലി നിങ്ങൾക്കും എനിക്കും ഈ ചലഞ്ച് ഫേസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കും എനിക്ക് ഈ ദിവസത്തിൽ അങ്ങനെ തന്നെ നിൽക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദൈവം അവിടുത്തെ ആയുധങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ! കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ! യേശുവേ ആരാധന! ഹല്ലേലൂയ! ഇന്ന് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം വീഴണം. ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് തന്നെ തൻ്റെ അടുത്തോടെ പറ. ഈ ദുർദിവസത്തിൽ ഞാൻ ചെറുത്ത് നിൽക്കുമെന്ന് തന്നെ പറ. നിന്നാ മതിയായിരുന്നു, പിന്നെയല്ലേ ചെറുത്ത് നിൽക്കുന്നതെന്ന് പറയല്ല. ഞാൻ ചെറുത്ത് നിന്ന് വിജയിക്കുമെന്ന് തന്നെ പറ. ഞാൻ എതിർത്ത് നിന്ന് വിജയിക്കുമെന്ന് തന്നെ പറ. കാരണം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച അഹങ്കാരത്തിന്റെ വാക്കുകളായിട്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ പരാജയപ്പെട്ടു പോവും. നമ്മൾ ചെറുത്ത് നിൽക്കും, നമ്മൾ എതിർത്ത് നിൽക്കും, നമ്മൾ ജയാളിയായി മാറും. എന്താ അതിന്റെ കാരണം? നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ശത്രുവിന് ആയുധമില്ല, നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളുമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളുമുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, എഫെസോസ് ലേഖനം അടങ്ങുന്ന മിക്കവാറും ലേഖനങ്ങളുടെ പഠിപ്പീരിൽ ആദ്യമാണ് മുഖവര പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ലേഖനങ്ങളെക്കുറിച്ചുള്ള മുഖവര, എന്താ എഴുതിയത് ആര്, എഴുതിയ സമയം ഏത്, എഴുതിയതിൻ്റെ ഉദ്ദേശം ഏത്, ഇതൊക്കെ ലേഖനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന് ആദ്യമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ലേഖനത്തിന് അവസാനമാണ് അത് കേൾക്കാൻ വേണ്ടി പോകുന്നത്, ഈ ലേഖനത്തിൻ്റെ എഴുത്തിൻ്റെ ഉദ്ദേശമൊക്കെ. ഇത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുന്ന ലേഖനമാണ്. നിങ്ങൾക്കറിയാം, കൈസർക്ക് അഭയം ചൊല്ലി എന്ന കാരണത്താൽ പൗലോസ് ലീഹയെ റോമിലെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയാണ്.
റോമിലാണ് കൈസർ ഉണ്ടായിരുന്നത്. സോ കൈസർക്ക് അഭയം ചൊല്ലി എന്ന കാരണത്താൽ വിചാരണ തടവുകാർക്ക് സാധാരണ വിചാരണ തടവുകാരെ വിധിക്കാറുണ്ട്. പക്ഷെ പൗലോസ് ശ്ലീഹ റോമൻ പൗരനായിരുന്നു, റോമൻ സിറ്റിസൺ ഉള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിധിക്കാൻ അവിടുത്തെ ലോക്കൽ ഭരണാധികാരികൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വിധിക്കാൻ വേണ്ടി, റോമൻ പൗരനെ വിധിക്കാൻ വേണ്ടി റോമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ റോമിലെ കാരാഗ്രഹത്തിൽ പൗലോസ് ശ്ലീഹ ആയിരുന്നപ്പോൾ എഴുതുന്ന ലേഖനമാണ് എഫെസോസ് ലേഖനം. അപ്പൊ താൻ വീട്ടുതടങ്കലിലായിരുന്നു. കാരാഗ്രഹം എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് വീട്ടുതടങ്കൽ, വാടകയ്ക്കെടുത്ത ഒരു വീട്, ആ വീട്ടിൽ തടവ് പുള്ളിയായിട്ട് താമസിക്കുന്നു, അങ്ങനെയുള്ള സാഹചര്യം അത് മനസ്സിലാക്കാൻ. അപ്പൊ എന്നും ഈ റോമൻ പ്രട്ടോറിയത്തിൽ പൗലോസ് ശ്ലീഹ നോക്കുമ്പോൾ മാർച്ച് ഫാസ്റ്റ് ചെയ്ത് പടയാളികൾ തൻ്റെ മുമ്പിലൂടെ റോമൻ ആന്തമൊക്കെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ ഈ പടയാളി ഇത്ര സുരക്ഷിതനാണോ? പടയാളിയെ നോക്കിയപ്പോൾ പൗലോസ് ശ്ലീഹ കാണുകയാണ്, ആ പടയാളിയുടെ തലയിൽ ഒരു ഹെൽമറ്റ് ഉണ്ട്. ആ പടയാളിയുടെ നെഞ്ചിൽ, അവൻ്റെ നെഞ്ചിനെ മുഴുവൻ സൂക്ഷിക്കുന്ന ഒരു വലിയ കവചമുണ്ട്. അവൻ്റെ അരയിൽ അരക്കെട്ടുറപ്പിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. അവൻ്റെ കാലിൽ ആ പടച്ചട്ടയോട് ചേർന്ന് വരുന്ന, അതിൻ്റെ രൂപത്തിൽ തന്നെ വരുന്ന ഒരു ചെരുപ്പുണ്ട്. അവൻ്റെ ഇടം കൈയിൽ ഒരു പരിചയുണ്ട്, അവൻ്റെ വലം കൈയിൽ ഒരു വാളുണ്ട്. ഇങ്ങനെ ഒരു പടയാളി മാർച്ച് ഫാസ്റ്റ് ചെയ്ത് പോകുന്നേ. പരിച ഇടം കൈയിൽ, വാള് വലം കൈയിൽ, തലയിൽ ഹെൽമെറ്റ്, ഇത് ബ്രസ്റ്റ് പ്ലേറ്റ് ചെസ്റ്റില്. ഇതാണ് ആ ചിത്രം. ബ്രസ്റ്റ് പ്ലേറ്റ് ചെസ്റ്റില്. അഗെയിൻ അവന്റെ അരയിൽ ഒരു ബെൽറ്റ്. തീർന്നില്ല, അരയിൽ ഒരു ബെൽറ്റ്. ദെൻ നമ്മൾ കാണുകയാണ് അവന്റെ കാലിൽ ഒരു ഷൂസ്. ഇത്ര ഇട്ടാണ് തന്റെ മുമ്പിലൂടെ എന്റെ മാർച്ച് ഫാസ്റ്റ് ശരിയാവുന്ന മാർച്ച് ഫാസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് പൗലോസ് ശ്ലീഹ ദൈവത്തോട് ചോദിക്കുകയാണ്, റോമ ഗവൺമെന്റിന്റെ ഒരു പടയാളിയെ ദൈവമേ ഇത്രയും സുരക്ഷിതമായിട്ട് ആ ഗവൺമെന്റ് സൂക്ഷിക്കുന്നെങ്കിൽ ഞാൻ സ്വർഗീയ ഗവൺമെന്റിന്റെ യോദ്ധാവാണ്, എൻ്റെ മേലുള്ള ദൈവിക സംരക്ഷണം എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് ദൈവം മറനീക്കി വലിയ രഹസ്യം കാണിച്ചു കൊടുക്കുന്നത്. റോമ പടയാളിയേക്കാൾ നീ സുരക്ഷിതനാണ്. നിന്റെ തലയിൽ ഒരു ശിരസ്ത്രമുണ്ട്, അല്ലെങ്കിൽ നിന്റെ തലയിൽ ഒരു ഹെൽമറ്റ് ഉണ്ട്. ആ ഹെൽമറ്റിന്റെ പേര് രക്ഷ എന്നാണ്. അപ്പൊ അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാനേ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ഓർക്കുക ഇത്രയും കാര്യങ്ങൾ. ദൈവത്തിന്റെ ആയുധം ധരിച്ചിട്ടല്ലാതെ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. കാരണം നമുക്ക് യുദ്ധമുള്ളത് മാംസത്തോടും രക്തത്തോടും അല്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ദയവ് ചെയ്ത് മാംസത്തോടും രക്തത്തോടുമുള്ള യുദ്ധം അവസാനിപ്പിക്കുക. യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തുക. യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തുമ്പോൾ തന്നെ അറിയുക, ശത്രുവിനെ മഹത്വവൽക്കരിക്കാതിരിക്കുക. പിശാചിന് അങ്ങനെ ചെയ്യാൻ കഴിയും, പിശാചിന് ഇങ്ങനെ ചെയ്യാൻ കഴിയും, പിശാച് എന്നെ ഇങ്ങനെ തിരിച്ചടി കൊണ്ടുവരാൻ കഴിയും. സാത്താനെ മഹത്വവൽക്കരിക്കാതിരിക്കുക. നിങ്ങൾ ക്രിസ്തുവിൽ എത്ര ഭദ്രമാണെന്ന് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാചിന്റെ പ്രവർത്തികളെ വർണ്ണിക്കാതിരിക്കുക, കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുക. പിശാച് നിരായുധനാണെന്നും ആയുധമില്ലാത്തവനാണെന്നും പറഞ്ഞ് അവനെ അപഹേളിക്കുക. നിങ്ങൾ എത്ര കർത്താവിൽ സുരക്ഷിതരാണ് എന്ന ബോധ്യത്തിൽ വളരുക. അപ്പൊ ഈ ആത്മീയ യുദ്ധത്തിന്റെ ആദ്യ ഭാഗം തന്നെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം, നാം സുരക്ഷിതരാണ് എന്ന് മാത്രമല്ല, ഏത് ദുർദിവസത്തിൽ, ഇപ്പോഴെന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ബ്രദർ ആ ദുർദിവസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എല്ലാം സമാപിച്ച ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഉറപ്പ് പറയുക, ഇങ്ങോട്ട് നോക്ക്, വളരെ പേഴ്സണലി സംസാരിക്കട്ടെ. ഞാൻ ഉറപ്പ് പറയുക, ഈ സാഹചര്യവും കടന്നു പോകും, ഈ കാറ്റും കടന്നു പോകും. നിങ്ങൾ ജയാളികളായി പുറത്തു വരും. ഒന്ന് കണ്ണു തുറന്ന് കാണുക, നിങ്ങൾ എത്ര സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ മുഴുവൻ ആയുധത്താലും മറയ്ക്കപ്പെട്ട മകനെ, മകളെ, നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സടകുടഞ്ഞെഴുന്നേൽക്കാൻ ഈ ദിവസങ്ങളിലെ ചിന്തകൾ പ്രയോജനമായി മാറട്ടെ. ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്ന സാക്ഷ്യം, അതിനുശേഷം നാം നടത്താൻ പോകുന്ന പ്രാർത്ഥന, കൃപയുടെ നീർച്ചാലുകളിൽ നാം വീണ്ടും ദൈവകൃപയെ സ്വീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കും, ഒരു പ്രാർത്ഥനാപേക്ഷ ഒരു വാട്സാപ്പ് മെസ്സേജിലോ അല്ലെ ഒരു പ്രെയർ ലൈനിലോ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം എങ്ങനെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന്. ഈ കുടുംബം അതുപോലെ ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷികളായിട്ടാണ് വന്നിരിക്കുന്നത്. ദീർഘവർഷങ്ങളായി വിവാഹിതരായി മക്കളില്ലാതെ ഈ ലോകത്ത് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത ശേഷം ഒരുപാട് അതിശയങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യുന്നത് യൂട്യൂബിലൂടെ കണ്ട്
അവർ കേരളത്തിൻ്റെ അങ്ങേ തല കാസർഗോഡെന്ന് ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്. ആ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു പ്രാർത്ഥനാപേക്ഷ, വാട്സാപ്പിൽ ഒരു മെസ്സേജ് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് അയക്കുന്നു. ആ മെസ്സേജ് കിട്ടിയ സമയത്ത്, ഞാൻ ആ മെസ്സേജ് കിട്ടിയ സമയത്ത് പെട്ടെന്ന് കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നു, ആയിരക്കണക്കിന് മെസ്സേജുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്, എല്ലാം ഒന്നും റിപ്ലൈ ചെയ്യാനായിട്ട് പോലും പറ്റുന്നില്ല പല സന്ദർഭം. ഈ മെസ്സേജ് കിട്ടിയ ഉടനെ കർത്താവ് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിൻ്റെ കയ്യിൽ നീ ഒരു കുഞ്ഞിനെ എടുത്തിരിക്കും. ഹല്ലേലൂയ. എന്നായിരുന്നു ആ മെസ്സേജ് അയച്ചത്? കഴിഞ്ഞ വർഷം മാർച്ച് 23-ാം തീയതി. കഴിഞ്ഞ വർഷം മാർച്ച് 23-ാം തീയതി എനിക്ക് മെസ്സേജ് തിരിച്ചയച്ചു. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മാർച്ച് 23-ാം തീയതി. അപ്പം മാമ്പോയിൽ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ ധ്യാനം നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈ കുഞ്ഞുമായിട്ട് അവിടെ 23-ാം തീയതി തന്നെയല്ലേ അത്? അതെ, മാർച്ച് 23-ന്. മാർച്ച് 23-ന് തന്നെ പിറ്റേ വർഷം അതേ സമയത്ത് ഈ കുഞ്ഞുമായിട്ട് കടന്നു വരികയാണ്, പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറയാനായിട്ട്. മോൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ പേര് ജസ്റ്റിൻ. മോൻ്റെ പേര് റിച്ചാർഡ്. റിച്ചാർഡ് കുട്ടനെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒത്തിരി ദൂരത്താണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ദൂരത്തായിരിക്കുന്നത്, എങ്ങനെ കർത്താവിൻ്റെ അത്ഭുതം നടക്കും? ഒരു പ്രാർത്ഥന അപേക്ഷയായിട്ടും ആയിരിക്കും അയക്കുന്നത് അല്ലേ, കർത്താവിന് അതിശയങ്ങളെ ചെയ്യാൻ. അതെ, സാധിക്കും. എത്ര നിരാശമായിരുന്നു ഈ മക്കളില്ലാത്ത അവസ്ഥ? അത് ബ്രദറെ, വളരെ നിരാശരായിരുന്നു. ചെയ്യാനൊന്നും ബാക്കിയില്ല? ഒന്നും ബാക്കിയില്ല. എല്ലാം ചെയ്ത് ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. എല്ലാം ചെയ്ത് ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ. അതെ. കറക്റ്റ് നിങ്ങളുടെ വീട് എവിടെ? കണ്ണൂർ കൊട്ടിയൂരാണ്. കൊട്ടിയൂരെന്ന് ചങ്ങനാശ്ശേരി റിച്ചാർഡുമായിട്ട് വന്നിരിക്കുകയാണ് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട്. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി നമുക്ക് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ കഴിക്കുന്ന ഈ പ്രാർത്ഥന, ലോകമെമ്പാടും ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി കഴിക്കുന്ന ഈ പ്രാർത്ഥന, ബലഹീനായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധരോട് ഒത്തൊരുമിച്ചുള്ള ഈ പ്രാർത്ഥന, സുരക്ഷിത ബോധത്തിൽ നിന്റെ മക്കൾ വളരട്ടെ. എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് പകരണമേ. അസാധാരണമായ വീര്യം കൊണ്ട് ഞങ്ങളുടെ ശിരകളെ നിറയ്ക്കണമേ. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അണയ്ക്കണമേ. ദൈവകുടുംബത്തിൻ്റെ സംരക്ഷകനായ ഔസേ പിതാവേ, ഞങ്ങളുടെ ഭവനങ്ങളുടെയും സംരക്ഷണവും മാധ്യസ്ഥവും ഏറ്റെടുക്കണമേ. സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. സഭയാം ശരീരത്തിൽ സന്യസ്തരോട്, പുരോഹിതരോട്, മേൽപ്പട്ടക്കാരോട്, ഇങ്ങനെ ദൈവം ഞങ്ങൾക്ക് മേളിലാക്കി വെച്ചിരിക്കുന്ന സകല അധികാരത്തോട് ചേർന്ന്, ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യ ബലികളോട് ചേർന്ന് ഞങ്ങൾ സുരക്ഷിത ബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഈ ഐശ്വര്യം സ്വീകരിക്കുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സൗഖ്യങ്ങളുണ്ടാവട്ടെ, ശരീരങ്ങൾ സുഖമാവട്ടെ, പ്രത്യേകിച്ച് സുരക്ഷിത ബോധത്തിൽ നിന്റെ മക്കൾ ജീവിക്കട്ടെ. എത്ര കൊടിയ ആഭിചാര ദുർമന്ത്രവാദ പ്രയോഗങ്ങൾക്ക് നടുവിലും ഏത് വലിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഈ ഒരു ബോധ്യം മനസ്സിലുണ്ടാവട്ടെ, ഞങ്ങൾ എത്ര സുരക്ഷിതരാണ്. കർത്താവിൻ്റെ ആയുധം ധരിച്ച ഞങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന ഉറപ്പിൽ ജീവിപ്പാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള പഠനം ഞങ്ങളിൽ സാത്താനെക്കുറിച്ചുള്ള ഭയമല്ല, കർത്താവിനെ കുറിച്ചുള്ള ഉറപ്പ് വ്യാപിപ്പാൻ ഇടവരട്ടെ. അതിനുവേണ്ടി എല്ലാ മക്കളെയും സഹായിക്കണമേ, കടാക്ഷിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. അടുത്ത എപ്പിസോഡ് കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത്രയും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത എപ്പിസോഡ് മുടക്കരുത്. അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് ഷാലോം ടിവിയിൽ നമ്മൾ ഒരുമിച്ച് കാണും വരെയും കൃപയുടെ നീർച്ചാലുകളിൽ ദൈവം നമ്മെ ഒഴുക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുക്കട്ടെ. ഷാലോം നമ്മോട് കൂടെ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല.
കർത്താവു നിന്നോടു കൂടെയുണ്ട്, നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്, നിന്റെ ആശ്വാസദായകൻ